നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? നമ്മുടെ യഥാർത്ഥ വീക്ക്നെസ് ആണോ ഇതിന് മറുപടിയായി കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ആ വീക്ക്നെസ് ഹൈഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമാണോ ഇതിന് പറയേണ്ടത്? ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിൽ പോകുന്ന ഒരുപാട് ആളുകൾ പലപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് വാട്ട് ഈസ് യുവർ വീക്ക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ചിലപ്പം പറയും, സർ ഐ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ്. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ യഥാർത്ഥ വീക്ക്നെസ് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആ ഒരു മറുപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള മറുപടികൾ നമ്മൾ പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ വീക്ക്നെസ് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ ആംഗിളിലൂടെ നോക്കുമ്പോൾ വീക്ക്നെസ്സും കമ്പനിയുടെ ആംഗിളിലൂടെ നോക്കുമ്പോൾ സ്ട്രെങ്ത്തുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ കാൻ സേ നോ വെൻ someone asks for help. ആരെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്ക് നോ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീക്ക്നെസ്സുകൾ നിങ്ങൾ പറയുമ്പോൾ കമ്പനി തിരിച്ചു നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഹൗ വിൽ ഇറ്റ് ബി യുവർ വീക്ക്നെസ്? അപ്പോൾ അതിന് ഒരു നല്ലൊരു ജസ്റ്റിഫിക്കേഷനും കൂടി നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റിയ മറ്റൊരു വീക്ക്നെസ് ആണ്, ഐ വോണ്ട് ഗെറ്റ് റിലാക്സ്ഡ് അൻറ്റിൽ മൈ വർക്ക് ഈസ് കംപ്ലീറ്റഡ്. എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ എനിക്ക് റിലാക്സേഷൻ കിട്ടില്ല. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം, ഐ വാണ്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഐ നീഡ് പെർഫെക്ഷൻ ഇൻ മൈ ജോബ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീക്ക്നെസ്സുകൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും.